തീരുമായിരിക്കുന്നു. ഇനി അവളെ എന്താ ചെയ്യേണ്ടത് സർ? എന്നെ തോൽപ്പിക്കാൻ ചാവേറിന്റെ വേഷം കെട്ടി ഇറങ്ങിയെങ്കിൽ അവൾ ചത്തിട്ടല്ലേ അത് അവസാനിക്കേണ്ടത്? നോ, ഇപ്പൊ തനിക്ക് ടെൻഡർ നഷ്ടപ്പെട്ടിട്ടില്ല. താനും ദേവ് അസോസിയേറ്റ്സും നേരിട്ട് മത്സരിക്കുന്നു. ടെൻഡർ അവർക്ക് കിട്ടുകയാണെങ്കിൽ അതിനുശേഷം താൻ ചിന്തിക്കുന്നതിനോ പ്രവർത്തിക്കുന്നതിനോ ഞാൻ കുറ്റപ്പെടുത്തില്ല. പക്ഷെ അതുവരെ എന്ത് പ്രതീക്ഷയില്ല സർ? ഇപ്പൊ കാർത്തികേയൻ എന്നെ ഇറക്കി വിട്ടത് തെരുവിലേക്കോ? അതുകൊണ്ട് ഗ്ലോറിക്കൊന്നും സംഭവിക്കില്ല. തനിക്കിവിടെ താമസിക്കാം. ASP കൃഷ്ണമൂർത്തിയുടെ വീട്ടിലെ ഗസ്റ്റിനെ കുറിച്ച് പരാതികളും ആക്ഷേപങ്ങളും പറയുന്നവരുണ്ടാവാം. അത് ഞാൻ ഫേസ് ചെയ്തോളാം. ചോദ്യം ഡിപ്പാർട്ട്മെന്റിൽ നിന്നായാൽ പോലും. ഞാൻ വാര്യർ സാറിനെ പോയി കണ്ടിരുന്നു. തനിക്ക് വേണ്ടി മാപ്പും ചോദിച്ചു. അദ്ദേഹവും വിഷമത്തില. ഒരു തിരിച്ചുവരവ് അദ്ദേഹവും പ്രതീക്ഷിച്ചിരുന്നല്ലോ. പക്ഷേ നിരാശയ്ക്കിടയിലും ജയിക്കാനുള്ള വാശി ആ വയസ്സിനുണ്ട്. ഇനിയും സ്വപ്നങ്ങളും പദ്ധതികളും കുന്നുകൂട്ടിയിട്ടുണ്ട് അദ്ദേഹം. ആദ്യം പൊട്ടിത്തെറിച്ചെങ്കിലും പിന്നെ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വന്നു. തന്നോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. യെസ്, അങ്ങേരുടെ തപസ്സിൽ ജയിക്കാനുള്ള മാർഗം തെളിഞ്ഞു വരും. ഇപ്പൊ മനസ്സിൽ വേറൊരു തീരുമാനം എടുക്കാതെ ഗ്ലോറി വാര്യർ സാറിനെ പോയി കാണണം. കൊല്ലാൻ തനിക്ക് വാര്യർ സാറിന്റെ അനുമതി അതിനുണ്ടെങ്കിൽ ചെല്ലേ. ഇവിടെ മുതലാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചിന്തിക്കുന്നതായി എളുപ്പം. ഒരു ടെൻഡർ, അതിന് ദേവ് അസോസിയേറ്റ്സും ഗ്ലോറിയും. മത്സരം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഞാൻ അനുമതി ചോദിക്കും വാര്യർ സാറിനോട് കൊല്ലാൻ. ടെൻഡർ കിട്ടിയാലും ഇല്ലെങ്കിലും ഇത് ഗ്ലോറിയുടെ നേട്ടം തന്നെയായിരിക്കണം. സാർ, കാലിൽ വീണ് ഞാൻ മാപ്പ് ചോദിക്കുന്നത്. ഇനിയും സാറിന് എന്നോട് ക്ഷമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതെന്റെ അവസാനമാണ്. എന്നെ ചതിച്ചതാരാണെന്ന് സാറിന് ഇപ്പൊ അറിയാം. കാർത്തികന്റെ ഭാര്യയിൽ നിന്നും ഒരിക്കലും ഞാനത് പ്രതീക്ഷിച്ചില്ല. സാർ പറയൂ, എന്നെ ചതിച്ച അവളെ ഞാൻ കൊല്ലണോ, അതോ വേറെ ആരെങ്കിലും കൊന്നൊടുക്കണമെങ്കിൽ സാർ പറഞ്ഞു. സാറിന്റെ അടിമയായിട്ടായാലും ഞാൻ ജീവിച്ചോളാം. ഒരു ചാൻസ് കൂടി നിനക്ക് ഞാൻ തരാം. അത് പിഴയ്ക്കരുത്. വെട്ടിപ്പിടിക്കുന്നത് വരെ ഒതുങ്ങാനും അതിനുശേഷം ഒതുക്കാനുമാണ് നിന്നോട് ഞാൻ പറഞ്ഞത്. ഇപ്പോ ഞാനത് തിരുത്തുന്നു. കൊല്ലാൻ നിനക്ക് ആരെയും. ഈ ടെൻഡറിന് നമ്മളല്ലാതെ വേറൊരു ആവശ്യക്കാരനുണ്ടാകരുത്.